ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് വെജിറ്റബിൾ പുലാവ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. വളരെ എളുപ്പമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. ഞാനിവിടെ കുറച്ച് ക്യാരറ്റും ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് പനീറുമാണ് എടുത്തേക്കുന്നത്, ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് ബീൻസ്, പിന്നെ മഷ്റൂം, അങ്ങനെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഞാനിവിടെ അരി എടുത്തിട്ടുണ്ട്. 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊരു 30 മിനിറ്റ് അത് നന്നായിട്ട് 2-3 വട്ടം കഴുകിയതിന് ശേഷം 30 മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം വെള്ളമൊക്കെ വാർത്തെടുത്തിട്ട് വെച്ചിട്ടുള്ളതാണിത്. ഇനി ഞാനിവിടെ ഒരു 5 ലിറ്ററിൻ്റെ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ തന്നെ എടുക്കുക, വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യരുത്. അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ ബട്ടറോ എടുക്കാം. ഈ ഓയിൽ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് 3 കഷ്ണം പട്ട, 3 ഏലയ്ക്ക, 3 കരയാമ്പൂ എന്നിവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിട്ട് കഴിയുമ്പോൾ ഇത് ഈ ഓയിൽ കിടന്നിട്ടൊന്ന് പൊട്ടണം. അതായത് നന്നായിട്ട് ഇത് മൂത്ത് നല്ലൊരു മണം വരണം. എന്നാലാണ് റൈസിന് ആ ഒരു മണം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള അല്ലെങ്കിൽ ഒരു പകുതി സവാള നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ചെറിയ സവാള ആണെങ്കിൽ ഒരെണ്ണം മതിയാവും, വലുതൊക്കെ ആണെങ്കിൽ ഒരു പകുതി എടുത്താൽ മതി. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ സവാളയൊക്കെ പെട്ടെന്ന് വഴണ്ടി വരും. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വാർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ അരി ഒന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ അതുവരെ ഒരു 3 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റൈസ് വെന്ത് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി പിടിച്ചിട്ട് അങ്ങനെ കിട്ടില്ല. അതിനാണ് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നത് അരി. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 കപ്പ് അരി എടുത്ത കാരണം 3.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഉപ്പിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ച് ഉപ്പൊന്ന് മുന്തി നിൽക്കണം നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോഴാണ് റൈസ് വെന്ത് വരുമ്പോൾ കറക്റ്റ് റൈസിൽ ഉപ്പുണ്ടാവുള്ളൂ. ഇപ്പോൾ പാകത്തിന് ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് വെന്ത് വരുമ്പോൾ ഉപ്പ് കുറവായിട്ടാണ് തോന്നുക. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. വിസിലൊക്കെ വെച്ച് തന്നെ അടച്ച് വയ്ക്കുക. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലടിക്കുക. ഒരു വിസിലടിച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ എയറൊക്കെ തന്നെ പോകാനായിട്ട് അനുവദിക്കുക. എയറൊക്കെ തന്നെ പോയി വരുമ്പോഴേക്കും റൈസ് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് എയറൊക്കെ തന്നെ പോയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുമുണ്ട്. അന്ന് അങ്ങനെ ഒട്ടി പിടിച്ചിട്ട് ഒന്നുമല്ല, കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുലാവാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.